അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യനിക്ക് കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതല്ല, കുട്ടിനെ തൊട്ടിലാട്ടുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിനെ കുറിച്ചല്ല പറയണത്. അപ്പോഴും മനസ്സിന്റെ ഉള്ളിൽ ആശയവും പൊരുളും മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ചെറുതും വലുതുമായ പ്രഖ്യാപനങ്ങൾ നടത്തിയ മനുഷ്യനെ കാത്തിരിക്കുന്ന ഒന്നെന്താണെന്നറിയോ? നരകം ആ മനുഷ്യനിക്ക് നിഷിദ്ധമാകുമെന്നാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇന്നല്ലാഹ ഹറമ അലൻ നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്. അള്ളാന്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഒരാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ മേൽ സുബ്ഹാനല്ലാഹ് നരകത്തെ റഹ്മാനായ റബ്ബ് ഹറാമാക്കുമെന്നാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സഹോദരാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് കിട്ട വിലയാണ് പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിലയാണ് പറയുന്നത്. നമ്മളൊക്കെ പേടിക്കുന്ന നരകത്തെ നാളെ പരലോകത്ത് നമ്മുടെ മേൽ നിഷിദ്ധമാക്കുമെന്ന് പറഞ്ഞാൽ നരകത്തേക്ക് കടക്കേണ്ടി വരൂല, നമ്മൾ പ്രഖ്യാപിക്കേണ്ട പോലെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ. രണ്ടാമതായി കൊണ്ട് പറഞ്ഞു സഹോദര, ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുമെന്നാണ്. അർശ് വരെ ആ പ്രഖ്യാപനം എത്തുമെന്നാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മാ ഖാല അബ്ദുൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസൻ, ആത്മാർത്ഥമായി കൊണ്ട് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുസ് സമാഇ ഹത്താ തഫ്ലിയ ഇലൽ അർശി മജ്തുനിബത്തിൽ കബായിർ. ഒരാൾ വലിയ പാപങ്ങളെല്ലാം ഒഴിവാക്കി, ഒരാൾ വലിയ പാപങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മനസ്സ് തട്ടി പറഞ്ഞാൽ ഏഴാനാകാശങ്ങൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന അർശ് വരെ ആ വാചകം കയറി എത്തുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. മൂന്നാമത്തെ പ്രത്യേകത എന്താണെന്നറിയോ? സ്വർഗത്തിലേക്ക് സഹോദര നമ്മളെ അടുപ്പിക്കുമെന്നാണ്. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുൽതു യാ റസൂലല്ലാഹ് കല്ലിംനി ബിഅമലിൻ യുഖർരിബുനി ഇലൽ ജന്ന. അള്ളാന്റെ റസൂലേ, എന്നെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു വാക്ക് പറഞ്ഞു തരൂ. ഒരു വാക്ക്, വലിയൊരു അമലെന്നല്ല, ഒരു വാചകം. അത് ഞാൻ ഉരുവിട്ട് കഴിഞ്ഞാൽ ആ വാചകം എന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കണം. മാത്രമല്ല വയുബാഇദുനി മിനന്നാർ, നരകത്തിൽ നിന്നും എന്നെ അകറ്റുന്ന, സ്വർഗത്തിലേക്ക് എന്നെ അടുപ്പിക്കുന്ന ഒരു വാക്ക് പ്രവാചകരെ താങ്കൾ എന്നെ പഠിപ്പിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി എന്താണെന്നറിയോ? ഇദാ അമിൽത സയ്യിഅതൻ ഫഅമൽ ഹസന. നിന്റെ ജീവിതത്തിൽ എങ്ങാനും ഒരു തെറ്റ് വന്നു പോയാൽ, മനുഷ്യനാണല്ലോ, സ്വഹാബിയോടാണ് പറയുന്നത്, നിന്റെ ജീവിതത്തിൽ എങ്ങാനും ഒരു തെറ്റ് വന്നു പോയാൽ ഫഅമലിൽ ഹസന, ബോധപൂർവ്വം നീ ഒരു നന്മ ചെയ്തു കൊള്ളണമെന്ന. കാരണം ഫഇന്നഹ അശ്റു അംസാലിഹ, ഒരു നന്മ ചെയ്യുമ്പോൾ അത് 10 ആയിക്കൊണ്ടാണ് റഹ്മാനായ റബ്ബ് പിന്നെ കണക്കിൽ രേഖപ്പെടുത്തുക എന്ന. അപ്പോ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്നാണ്, അബൂദർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഖുൽതു യാ റസൂലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മിനൽ ഹസനാത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് അത് നന്മകളിൽ പെടുമോ? താങ്കൾ പറഞ്ഞൊരു നന്മയിൽ അത് ഉൾപ്പെടുമോ? അള്ളാഹുവിന്റെ റസൂൽ അതിന് കൊടുത്ത മറുപടി എന്താണെന്നറിയോ? നന്മയിൽ ഉൾപ്പെടില്ല എന്നല്ല, ഹിയ അഹ്സനുൽ ഹസനാത്ത്, നിനക്ക് ചെയ്യാവുന്ന നന്മയിലെ ഏറ്റവും വലുത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മനസ്സ് തട്ടി നീ ഉരുവിടലാണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. സഹോദര, ഒരു തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ നമുക്ക് കഴിയണം. അത് അതിനുള്ള പ്രായശ്ചിത്തം കൂടിയാണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. വീണ്ടും പറഞ്ഞു പ്രവാചകൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രഖ്യാപനം ചേർത്ത് വെക്കുന്ന ചെറിയൊരു ദുആ പഠിപ്പിച്ചു. പലപ്പോഴും നമ്മൾ കേട്ട വാചകമാണ്. സ്വർഗത്തിലെ 8 കവാടങ്ങളും തുറക്കപ്പെടാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രഖ്യാപനങ്ങളെ കൊണ്ട് കഴിയുമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അഥവാ വുളു എടുത്തതിന് ശേഷം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ആരെങ്കിലും വളരെ ഭംഗിയായി വെള്ളമൊക്കെ ചേരേണ്ട രൂപത്തിൽ ശ്രദ്ധയോടുകൂടെ കൃത്യമായി കൊണ്ട് വെള്ളം ഉപയോഗിച്ച് അവൻ വുളു എടുത്തതിന് ശേഷം അവൻ ഇങ്ങനെ പറയുന്നു, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. 2 വരിയേ ഉള്ളൂ സുഹൃത്തേ. ആദ്യം പറഞ്ഞത് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സന്ദർഭമാണ്. ഒരു ചെലവുമില്ല നമുക്ക്. അള്ളാന്റെ റസൂല് പറയാ, അതാരാണോ കൃത്യമായി കൊണ്ടു നടക്കുന്നത്, ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്തി സമാനിയ, സ്വർഗ്ഗത്തിലുള്ള 8 കവാടങ്ങളാണ്
സ്വർഗത്തിനുള്ളത്. ആ 8 കവാടങ്ങൾ ഇത് പറഞ്ഞൊരു മനുഷ്യന്റെ മുമ്പിൽ തുറക്കപ്പെടുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, യദ്ഖുലു മിൻ അയ്യിഹാ ശാഅ, അവൻക്ക് അതിലൂടെ ഏതിലൂടെ വേണമെങ്കിലും സ്വർഗത്തിലേക്ക് കടക്കാമെന്ന. അള്ളാഹു അത്തരം ഭാഗ്യവാന്മാരെ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരാ, വീണ്ടും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് അടങ്ങിയ ഒരു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രാർത്ഥന, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന പ്രാർത്ഥന അറിയാത്തവരായി ആരും ഉണ്ടാവുകയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. 100 തവണ ചൊല്ലുന്നതിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. ഒരു ദിവസം രാവിലെ തന്നെ വേണമെന്നില്ല, ഒരു ദിവസം 100 തവണ ചൊല്ലുകയാണ്. രാവിലെ തന്നെ ആയാൽ അത്രയും നല്ലത് എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫീ യൗമിൻ മിഅത മറ, ഒരു ദിവസത്തിൽ അവൻ 100 തവണ പറഞ്ഞാൽ കാനത് ലഹു അദ്ല 10 റിഖാബ്, 10 അടിമകളെ മോചിപ്പിച്ച കൂലി അവനുള്ളത്. 10 അടിമകളെ മോചിപ്പിച്ച കൂലി ആ മനുഷ്യർക്ക് നേടാൻ പറ്റും. വകുതിബതു ലഹു 100 ഹസന, 100 നന്മകൾ ആ മനുഷ്യർക്ക് രേഖപ്പെടുത്തും. വമുഹിയത് അൻഹു 100 സയ്യിഅ, അവന്റെ പാപത്തിന്റെ അക്കൗണ്ടിൽ നിന്നും 100 തിന്മകൾ റഹ്മാനായ റബ്ബ് മായിച്ചു കൊടുക്കുമെന്ന് മാത്രമല്ല, വകാനത് ലഹു ഹിർസം മിനശ് ശൈത്താനി യൗമിഹി ദാലിക ഹത്താ യുംസിയ, അവർ രാവിലെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരെയും ശൈത്താനിന്റെ സകലമായ ശർറുകളിൽ നിന്നും ദുർബോധനങ്ങളിൽ നിന്നും ശാരീരികവും മാനസികവുമായ എല്ലാ ഇടങ്ങളിൽ നിന്നും ആ മനുഷ്യനെ അള്ളാഹു കാക്കുമെന്നാണ്. വൈകുന്നേരം ചൊല്ലിയാൽ രാവിലെ സുബഹിയാകുന്നത് വരേക്കും കിട്ടുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പിന്നെ പറഞ്ഞത് എന്താണെന്നറിയോ സുഹൃത്തേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മഹത്വം ശരിക്ക് ബോധ്യപ്പെടുന്ന മറ്റൊരു സംഭവം അള്ളാഹിന്റെ റസൂൽ നമ്മൾ പഠിപ്പിച്ചു. തുലാസിൽ സഹോദര ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്ന അമലാണെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സ്വല്പം സുദീർഘമായ ഒരു ഹദീസിൽ ഒരു മനുഷ്യനെ നാളെ പരലോകത്ത് കൊണ്ടുവരുന്നുണ്ട്. അദ്ദേഹത്തെ കൊണ്ടുവന്നു അദ്ദേഹത്തിന് തിന്മകളുടെ 99ഓളം രേഖകളിലായിക്കൊണ്ടാണ് കൊണ്ടുവരുന്നത്. ഒരു രേഖയുടെ വലിപ്പം പിന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കണ്ണ് എത്തുന്ന ദൃഷ്ടി എത്തുന്ന അതുവരേക്കും ഉണ്ടാകുമെന്നാണ് ഓരോ ഏടുകളും. അങ്ങനെ 99ഓളം ഏടുകൾ അതിനു മാത്രം തിന്മകൾ ചെയ്ത ഒരു മനുഷ്യനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, അളലംതുക കതബത്തിൽ ഹാഫിളൂൻ, പിന്നെ ഏറ്റവും മാന്യന്മാരായ എന്റെ എഴുത്തുകാർ നിന്നോട് വല്ല അക്രമവും ചെയ്തു കൂട്ടിയിട്ടുണ്ടോ? നീ ചെയ്തു വെച്ചതല്ലാത്ത എന്തെങ്കിലും ഇതിൽ കാണാനുണ്ടോ എന്നാണ്. അദ്ദേഹം എല്ലാം അംഗീകരിച്ചു കൊടുക്കും. പടച്ചോനെ, ഈ കാണുന്നതൊക്കെയും ഞാൻ ചെയ്തു കൂട്ടിയതാണ്, ഈ കാണുന്നതൊക്കെയും ഞാൻ ചെയ്തു കൂട്ടിയതാണ്, എന്റെ തിന്മകളുടെ ഭാണ്ഡങ്ങളാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, ഫയഖൂൽ യാ റബ്ബി മാ ഹാദിഹിൽ ബിതാഖത്തു മാ ഹാദിഹി സിജില്ലാത്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വേറൊരു ഏട് കൊണ്ടുവരുമെന്ന. ആ രേഖയിലുള്ളത് എന്താണെന്നറിയോ? ഇവൻ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഇവൻ പ്രഖ്യാപിച്ച ആദർശം രേഖപ്പെടുത്തിയ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ചെറിയൊരു കാർഡ് എടുക്കുമെന്നാണ്. ആ കാർഡ് ഇപ്പുറത്തെ തട്ടിൽ വെക്കുമ്പോൾ ബാക്കിയുള്ളതിനെയെല്ലാം മികച്ചു നിന്ന് ആ നന്മയുടെ തുലാസ് കനം തൂകുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മാ അൻഅമല്ലാഹു അലാ അബ്ദിൻ മിനൽ ഇബാദ് നിഅമതൻ അഅ്ലമ മിൻ അൻ അറഫഹും ബിലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തത്വം പഠിപ്പിച്ചതിനേക്കാൾ വലിയൊരു അനുഗ്രഹവും ഒരു വിശ്വാസിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിനപ്പുറത്ത് ഞാൻ എന്താണ് ഈ പറയുന്നത്, ഞാൻ എന്തൊരു ആദർശമാണ് പ്രഖ്യാപിക്കുന്നത്, ആ ആദർശത്തിന് പൊരുത്തമുള്ള ജീവിതമാണോ എന്റെ അടുക്കലുള്ളത് എന്ന് ഒന്ന് ശരിക്കും മനസ്സിലാക്കി ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ഈ പറയപ്പെട്ട മഹത്വങ്ങളെല്ലാം ആഗ്രഹിച്ചും ആത്മാർത്ഥതയോടുകൂടെ അത് ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മുത്തഖീങ്ങളിൽ മുഖ്ലിസീങ്ങളിൽ ഭാഗ്യവാന്മാരിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിറു മിൻ കുല്ലി ദംബ് ഇന്നഹു അൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده.
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, 6ഓളം മഹത്വങ്ങളാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒട്ടനേകം കാര്യങ്ങളൊന്നും ഇവിടെ സൂചിപ്പിച്ചത്. 7ാമതായി കൊണ്ട് പറയാണ് മൻ കാന ആഖിറു കലാമിഹി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. നമ്മളൊക്കെ ഒരുപാട് തവണ കേട്ട സംഗതിയാണ്. ആരുടെ അവസാനത്തെ വാക്കാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. മരിക്കുന്നതിന് മുന്നിൽ പറയാണ് അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അത്രയും ഉറപ്പാണ് എന്ന്. പക്ഷെ ഇതിനെക്കുറിച്ച് മഹാനായ താബിഈ വര്യൻ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. ഇന്ന ഉനാസൻ യഖൂലൂൻ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആളുകളൊക്കെ പറയുന്നുണ്ട് ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയി കഴിഞ്ഞാൽ ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. താങ്കൾക്ക് എന്താ പറയാനുള്ളത്? അദ്ദേഹം പറഞ്ഞ മറുപടി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫഅദ്ദാ ഹഖ്ഖഹാ വഫർളഹാ ദഖലൽ ജന്ന. കേവലം വാക്കല്ലത്, കേവലം വാക്കല്ല, ആ വാക്കിനോട് ജീവിതത്തിൽ കൂറുണ്ടാകണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പദത്തിന് അവൻ കൊടുക്കേണ്ട ഒരു കടമയുണ്ട്. അതൊരു മൂലയിലിരുന്ന് പ്രഖ്യാപിക്കുന്ന കേവലം പ്രഖ്യാപനമല്ലത്. അവൻ പ്രഖ്യാപിച്ചിട്ടുണ്ടോ അവന്റെ ജീവിതത്തിൽ 7ഓളം നിബന്ധനകൾ പൂർത്തിയാകണമെന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. മഹാരഥന്മാരായ പണ്ഡിതന്മാർ ശുറൂത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ പറയപ്പെട്ട മഹത്വങ്ങളെല്ലാം ഈ ഗുണഗണങ്ങളെല്ലാം ഇരു ലോകത്തിലും കിട്ടണമെന്ന് ആത്മാർത്ഥമായി കൊണ്ട് കൊതിക്കുന്നുണ്ടോ? ഇനി പറയാൻ പോകുന്ന 7 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. പണ്ഡിതന്മാർ പറഞ്ഞു അൽ ഇൽമു ഒന്നാമത്തെ ഷർത്താണ്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ അതിന്റെ അർത്ഥവും ആശയവും നമുക്ക് മനസ്സിലാകണം. നേരത്തെ സൂചിപ്പിച്ചു, എന്താ? അല്ലാഹ് അല്ലാതെ ആരാധന ഇല്ല എന്നുള്ളതല്ല, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹതയുള്ള ഒരു ഇലാഹുമില്ല എന്നാണ്. അർഹനായിട്ടുള്ള നീ എന്ന പദം, അതിന്റെ ആശയം, അതിന്റെ പൊരുള് ഒന്നാമതായിട്ട് നമ്മുടെ മനസ്സിൽ കയറണം. അത് കയറുന്നതോടുകൂടെ ബാക്കിയുള്ള കോടിക്കണക്കിന് വരുന്ന ആരാധ്യന്മാരായി പരിചയപ്പെടുത്തുന്ന കല്ലും മുള്ളും മുൾച്ചെടി മുതൽ അങ്ങോട്ടുള്ള ബിംബങ്ങളടക്കമുള്ള ചില ബാവമാരടക്കമുള്ള ചില ബീവിമാരടക്കമുള്ള കബറിൽ കിടക്കുന്ന മഹാന്മാരടക്കമുള്ള വലിയ ഔലിയാക്കൾ എന്ന് പറയപ്പെടുന്ന ആളുകളെ അടക്കം അവൻ അങ്ങോട്ട് മാറ്റിവെക്കും. അവൻ തന്റെ മനസ്സിൽ പ്രതിഷ്ഠിക്കുന്നത് റഹ്മാനായ റബ്ബിനെ മാത്രമാണ്. ഈ ആശയം മനസ്സിന്റെ ഉള്ളിലേക്ക് കയറണമെന്നാണ് പഠിപ്പിച്ചത്. ഈ അർത്ഥം, ഈ പൊരുളെ മനസ്സിൽ തട്ടിയിട്ട് അവസാനം നീ പ്രഖ്യാപിക്ക്, അപ്പോഴേ നിനക്ക് സ്വർഗമുള്ളൂ എന്നാണ്. ഇത് മാത്രമാണോ? അല്ല. രണ്ടാമതായി കൊണ്ട് പറഞ്ഞു അൽ യഖീൻ, ഉറപ്പുണ്ടാകണം. ഏതൊരു സുപ്രഭാതത്തിൽ പറഞ്ഞു, കുറച്ചു കഴിഞ്ഞിട്ട് അവനിക്ക് ഇങ്ങനെ എന്നാലും മറ്റവർക്കൊക്കെ കഴിവില്ലേ, അവിടെ പോയപ്പോ കുട്ടിനെ കിട്ടിയെന്നല്ല പറയണത്, ഇന്നോടത്ത് പോയപ്പോ കാര്യം നടന്നു എന്നല്ല പറയണത്, എന്നാലും അവിടെ പോയോക്ക്, എന്നാ പോയോക്കല്ലേ എന്ന ഒരു തരത്തിലുള്ള അഴകുടമ്പൻ സമീപനമല്ല ഉണ്ടാകേണ്ടത്. യഖീൻ ഉണ്ടാകണം. ഇല്ല, അവർക്കൊരു കഴിവുമില്ല. എന്റെ രോഗത്തെ ശിഫപ്പെടുത്താൻ റഹ്മാനായ റബ്ബിനെ കഴിയൂ, എനിക്ക് കുഞ്ഞിനെ നൽകാൻ എന്റെ റബ്ബിനെ കഴിയൂ. അവിടെ പോയി ചോദിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് കിട്ടണമെന്നത് റഹ്മാനായ റബ്ബേ നേരത്തെ രേഖപ്പെടുത്തി വെച്ചത് കൊണ്ട് കിട്ടി, അവിടെ പോയത് കൊണ്ട് കിട്ടിയതല്ല എന്ന ഉറപ്പില്ലാത്ത കാലത്തോളം സഹോദര ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രഖ്യാപനം അവതാളത്തിലാണ്. അതുകൊണ്ട് സുഹൃത്തേ, രണ്ടാമത്തെ നിബന്ധന, ഒരിക്കലും ജീവിതത്തിൽ ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. എന്റെ റബ്ബ് തന്നെയാണ് എനിക്ക് വലുത്, എന്റെ റബ്ബാണ് എന്റെ എല്ലാം. അതിൽ എത്ര വലിയ പരീക്ഷണങ്ങളുടെ തീച്ചൂളകളിലൂടെ ജീവിതം പടച്ച റബ്ബ് നമ്മളെ പരീക്ഷിക്കാൻ കൊണ്ടുപോയാലും പിടിച്ചു നിൽക്കാൻ കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, അൽ ഖബൂൽ, സ്വീകരിക്കാൻ കഴിയണം. എന്ത് സ്വീകരിക്കാൻ കഴിയണം? ഈ ആദർശത്തെ മതമായി സ്വീകരിക്കാൻ കഴിയണം. അതിന്റെ പേരാണ് ഇസ്ലാം. ആ ഇസ്ലാം എന്ന ആദർശത്തെ പുലുകിയവന്റെ പേരാണ് മുസ്ലിം. ജീവിതം കൊണ്ട് മുസ്ലിമാകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഹൃദയം കൊണ്ട് അംഗീകരിക്കാൻ നമുക്ക് കഴിയണം. നാവ് കൊണ്ടത് പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയണം. അല്ലെ, ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഷഹാദത്ത് ചൊല്ലണം എന്നുള്ളത്. അതുകൊണ്ട് മൂന്നാമത്തെ കാര്യം അൽ ഖബൂൽ, അഥവാ ഈ ആദർശത്തെ മതമായി കൊണ്ട് സ്വീകരിക്കണമെന്നാണ്. നാലാമത്തെ കാര്യം, പലപ്പോഴും നമ്മുടെ കാലുകൾ ഇടറുന്നൊരു നിബന്ധനയാണ് അൽ ഇൻഖിയാദ്, അഥവാ ഈ മതമായി, ഈ ആദർശത്തെ മതമായി അഥവാ ഇസ്ലാമായി കൊണ്ട് സ്വീകരിക്കുമ്പോൾ അതിന്റെ ഉള്ളിലാണ്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ചില വിധി വിലക്കുകൾ നമ്മുടെ മുമ്പിലേക്ക് വരാനുണ്ട്.
അല്ല ചെയ്യണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട്, ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അള്ളാന്റെ റസൂൽ എന്താണ് നിങ്ങൾക്ക് കൊണ്ടുവന്നത് അത് നിങ്ങൾ സ്വീകരിക്കണം. നിങ്ങളോട് ചെയ്യരുതെന്ന് പറഞ്ഞതിനെ വേണ്ടെന്ന് വെക്കാനും കഴിയണം. സമ്പൂർണമായി കൊണ്ട് മതത്തിന്റെ വിധികൾക്കും വിലക്കുകൾക്കും കീഴ്പ്പെട്ടുകൊണ്ടാണ് എന്റെ ജീവിതം എന്ന് പറയാൻ സഹോദരാ കഴിയുന്നിടത്താണ് നമ്മളൊരു നല്ല മരണം കാത്തിരിക്കുന്നത് എന്ന ഉറപ്പ് നമുക്കുണ്ടാകണം. അത് വെറുതെ പ്രഖ്യാപിക്കാൻ കഴിയുന്നതല്ല. ഫിർഔൻ വരെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഫിർഔൻ വരെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മൂസാ അജ് പരിചയപ്പെടുത്തണ ആ റബ്ബിൽ ഞാൻ വിശ്വസിച്ചു എന്ന് അദ്ദേഹം പോലും പറഞ്ഞു. ആ വാക്കിനെ കൊണ്ട് പരലോകത്ത് രക്ഷണ്ടോ? ഇല്ല കൂട്ടരെ. കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഈ നിബന്ധനകൾ പാലിച്ചിട്ടില്ല എന്ന. അപ്പൊ നാലാമത്തെ നിബന്ധന എന്താ? അള്ളാഹുവിന്റെ ഈ ദീനിന്റെ വിധികളും വിലക്കുകളും ജീവിതത്തിൽ അതിന് കീഴ്പ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട്. വഅനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹ്. നിങ്ങൾ റബ്ബിലേക്ക് ഖേദിച്ചു വരൂ, നിങ്ങൾ റബ്ബിന്റെ വിധികൾക്കും വിലക്കുകൾക്കും കീഴൊതുങ്ങൂ എന്ന് റഹ്മാനായ റബ്ബ് പറയാ. അഞ്ചാമത്തെ കാര്യം എന്താണെന്നറിയോ? അസ്സിദ്ഖ്. സിദ്ഖ് എന്ന് പറഞ്ഞാൽ സത്യസന്ധതയാണ്. ഈ ആദർശത്തെ പുലുകിയത് സത്യസന്ധമാരായിരിക്കണം, സത്യസന്ധതയോടുകൂടെ ആയിരിക്കണം. ആരെയെങ്കിലും ബോധ്യപ്പെടുത്താനല്ല, എന്തെങ്കിലും ഭൗതിക ലാഭത്തിന് വേണ്ടിയിട്ടല്ല, ഇത്തിരി പോന്ന ദുനിയാവിലെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ആരും ഇസ്ലാം മതം സ്വീകരിക്കേണ്ടത്. അല്ലേ? ഇപ്പോഴൊക്കെ കേൾക്കുന്ന പല അഭിഹിതങ്ങളൊക്കെ നടന്ന് ഇതിലേക്കൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഇസ്ലാം ആണെങ്കിലേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ എങ്കിലും ഞാൻ മുസ്ലിം ആകാൻ റെഡിയാണെന്ന് പറയുന്നതിൽ എന്ത് സത്യസന്ധതയാണ് സുഹൃത്തുക്കളുള്ളത്? അങ്ങനത്തെ ഒരു സത്യസന്ധത പാടില്ല. കറകളഞ്ഞി ആശയം മനസ്സിലാക്കിയിട്ട് ഇതിൽ നിന്നെങ്കിലേ എനിക്ക് വിജയമുള്ളൂ എന്ന് മനസ്സിനെ പഠിപ്പിച്ച് നമുക്ക് നിൽക്കാൻ കഴിയണമെന്നാണ് ആറാമതായി കൊണ്ട് പറഞ്ഞത്. എന്താണെന്നറിയോ? അൽ ഇഖ്ലാസ്. അൽ ഇഖ്ലാസ് നല്ല നിഷ്കളങ്കമായിരിക്കണം. ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ആത്മാർത്ഥതയോടുകൂടെ ആയിരിക്കണം. നല്ലോണം ആലോചിക്കണം സഹോദര. നമ്മളെല്ലാവരും നല്ലോണം പേടിക്കേണ്ട വിഷയമാണ്. നമ്മുടെ മുൻഗാമികൾ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ട വിഷയം ഇഖ്ലാസാണ്. എന്റെ ജീവിതത്തിൽ പടച്ചോനെ ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു പബ്ലിസിറ്റി മൈൻഡ് വരുന്നുണ്ടോ? സംഗതി ശരിയാണ്, ആ പള്ളിക്ക് ഞാൻ ക്യാഷ് കൊടുത്തു, പക്ഷെ നാളത്തെ ഒരു ചർച്ചാ വിഷയമായി കൂടി ഞാൻ മാറാനാണ് ഞാൻ കൊടുത്തത്. ആ കുട്ടിന്റെ കല്യാണം നടത്തി കൊടുത്തതിൽ നല്ലൊരു വിഹിതം എനിക്കുണ്ട്, പക്ഷെ നാളത്തെ കല്യാണമൊക്കെ ഇങ്ങനെ പന്തലൊക്കെ അഴിച്ചിങ്ങനെ എല്ലാവരും ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ അവിടെ ഞാൻ കൊടുത്ത തുക വലിയൊരു സംഭവമായിക്കൊണ്ട് ആളുകൾ ചർച്ച ചെയ്യണം. ആ വേദിയിലേക്ക് ഞാൻ കടന്നു വരണം, എനിക്ക് നല്ലൊരു പബ്ലിസിറ്റി കിട്ടണം എന്നതാണെന്നുണ്ടെങ്കിൽ സഹോദരാ, നിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രഖ്യാപനം അവതാളത്തിലാണ്. നഊദുബില്ലാഹ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പറയുന്ന ഞാനും കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ എടുക്കുന്ന പണിയടക്കം ഏറ്റവും നല്ല ആത്മാർത്ഥതയോടുകൂടെ ചെയ്തിട്ടില്ല എങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച് കണ്ണടക്കാനുള്ള തൗഫീക്ക് പടച്ചു നമുക്ക് തന്നുകൊള്ളണമെന്നില്ല. നഊദുബില്ലാഹ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇഖ്ലാസ് നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ശിർക്ക് എന്നൊരു ഐറ്റം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. ഏഴാമത്തതും അവസാനത്തതുമായ കാര്യം അൽ മഹബ്ബത്ത്. ഇഷ്ടമാകണം. ദീനിനെ ഇഷ്ടപ്പെടാൻ കഴിയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹനീയമായ ആദർശത്തെ സ്നേഹിക്കാൻ കഴിയണം. ആ ആദർശത്തെ മാത്രമല്ല, ആ ആദർശത്തെ സ്വന്തം ജീവിതത്തിൽ കൊണ്ട് നടക്കുന്ന ആളുകളെയും ഇഷ്ടപ്പെടാൻ കഴിയണം. ഒരാളെ ഇഷ്ടപ്പെടാനുള്ള കാരണം അവന്റെ സമ്പത്താകരുത്, അവന്റെ സൗന്ദര്യമാകരുത്, അവൻ എത്ര വൈരൂപ്യമുള്ളവനാണെങ്കിലും, അവൻ എത്ര വലിയ ചെറ്റക്കുടിലിൽ ജീവിക്കുന്നവനാണെങ്കിലും, അവൻ ഒരു ആദർശമുള്ള മുവഹിദായ മനുഷ്യനാണെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അന്വർത്ഥമാക്കി ജീവിതം കൊണ്ട് നടക്കുന്ന മനുഷ്യനാണെങ്കിൽ ഇഷ്ടപ്പെടാൻ കഴിയണം, അവനെ ചേർത്ത് പിടിക്കാൻ കഴിയണം. അവനെ അല്ലാഹുവിന്റെ വഹദാനിയത്ത് എന്ന ഈ ആശയത്തെ ജീവിതത്തിൽ കൊണ്ട് നടക്കുന്നവരെ സ്നേഹിക്കാൻ സഹോദര നമുക്ക് കഴിയുന്നിടത്താണ് ഞാൻ പ്രഖ്യാപിച്ച എന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പരിപൂർണത എനിക്ക് അവകാശപ്പെടാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള 7 നിബന്ധനകൾ എന്റെ ജീവിതത്തിൽ ഞാൻ പാലിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി കൊണ്ട് ഉറപ്പുവരുത്തുമ്പോഴാണ് നേരത്തെ ഒന്നാമത്തെ ഖുത്ബയിൽ നാം കേട്ട ലാ ഇലാഹ ഇല്ലല്ലാഹ് പടച്ച റബ്ബ് നൽകാൻ പോകുന്ന വമ്പിച്ചതായ പ്രതിഫലങ്ങൾ മുഴുവനും നമ്മെ കാത്തിരിക്കുന്നത്. റഹ്മാനായ റബ്ബ് അതിനെ പരിപൂർണത്തിൽ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് വിധേയമാക്കുവാനും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുവാനും അതുവഴി
അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മനസ്സ് തട്ടി ആവർത്തിച്ച് പ്രഖ്യാപിച്ച് സ്വർഗം കണ്ട് മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.